ഹലോ, ഇന്ന് പൊങ്കലാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി പൊങ്കൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ് പൊങ്കൽ എന്ന് എന്നെപ്പോലെ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്കായിട്ട് പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. 2 വർഷം പൊങ്കൽ എന്നൊക്കെ ഉള്ളത് ഇവിടെ വലിയൊരു ആഘോഷമാണെന്നും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. ഇതുവരെ അങ്ങനെ പൊങ്കൽ ആഘോഷത്തിൻ്റെ കാര്യത്തിലൊന്നും കൂടാത്തതുകൊണ്ട് ഒന്നും കണ്ടിട്ടുമില്ല. ഇവിടെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ കരിമ്പ് ധാരാളം വന്നിട്ടുണ്ട്. അത് ഇലയോട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും വാങ്ങുന്നുണ്ട്. പിന്നെ മഞ്ഞളുടെ ചെടി എല്ലാവരും വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള കോലമുണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം ഉണ്ട്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ അന്നത്തെ ദിവസം ഭയങ്കരമായിട്ടൊരു പുകമറ പോലെ. അപ്പോൾ ഞാനോർത്ത് അന്ന് അത്രയും മഞ്ഞാണെന്നുള്ളത്. പിന്നെയാണ് മനസ്സിലായത് അത് തീയിട്ട് കത്തിച്ചതിൻ്റെ പുകയാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് അടുത്തൊന്നും ആരും പുകയിടുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് വന്നതാണ്. അപ്പോൾ അത്രയും രീതിയിൽ ഇവിടെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അറിയണമെന്ന് കൂടുതലായിട്ട് ആകാംക്ഷ തോന്നി. അപ്പോൾ പൊങ്കലിനെ കുറിച്ച് ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് അതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. തമിഴ്നാട്ടുകാരുടെ വിളവെടുപ്പ് മഹോത്സവമാണ് ഈ പൊങ്കൽ എന്ന് പറയുന്നത്. 4 ദിവസങ്ങളിലായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ചടങ്ങുകളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ഓരോ ദിവസവും എന്താണെന്ന് നോക്കാം. ഓരോ ദിവസത്തിനും ഓരോ പേരും കൂടെ ഉണ്ട് കേട്ടോ. ദ്രാവിഡ വിഭാഗക്കാരുടെ വിളവെടുപ്പ് ഉത്സവമാണ് പൊങ്കൽ എന്ന് പറയുന്നത്. മാർഗഴി മാസത്തിലെ അവസാന ദിവസം തുടങ്ങി തൈ മാസത്തിലെ 3 വരെയാണ് പൊങ്കൽ ആഘോഷം അങ്ങനെ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ വിളവെടുപ്പ് ഉത്സവമായ ഇതിൽ തങ്ങൾക്ക് ലഭിച്ച വിളവിനും സമൃദ്ധിക്കുമൊക്കെ കർഷകർ നന്ദി പറയുന്ന സമയം കൂടിയാണിത്. പൊങ്കൽ എന്ന വാക്കിന് വേവിച്ച അരി എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു ഉത്സവത്തിന് ഈ ഒരു പേര് തന്നെ വരാൻ കാരണം. അവർ കാർഷിക വിളവെടുപ്പൊക്കെ നടത്തിയെടുത്ത അരിയൊക്കെ ഭഗവാന് വേവിച്ച് സമർപ്പിക്കുന്ന ഒരു ദിവസമാണിത്. തമിഴ്നാട്ടിൽ മാത്രമല്ല ആന്ധ്രാപ്രദേശിലും ഇത് ആഘോഷിക്കുന്നുണ്ട്. അവിടെ ഇത് മകരസംക്രാന്തി എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ ദിവസത്തെ ഭോഗി പൊങ്കൽ എന്നാണ് പറയുന്നത്. പൊങ്കൽ ആഘോഷങ്ങളുടെ 1ാമത്തെ ദിവസം മാർഗഴിയുടെ അവസാന ദിനത്തിലാണ് ഭോഗി പൊങ്കൽ ആഘോഷിക്കുന്നത്. നന്ദി പറയലാണ് ഈ ദിവസത്തെ പ്രത്യേകത. അതായത് നല്ല വിളവ് ലഭിക്കാൻ വിളവ് നൽകിയ ചന്ദ്രദേവന് പ്രധാനമായും ഈ ദിവസം ആരാധിക്കും. അടുത്ത വർഷത്തെ നല്ല വിളവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആഘോഷങ്ങളും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഈ ദിവസത്തെ മറ്റൊരു പ്രത്യേകതയാണ് പഴയ സാധനങ്ങളൊക്കെ തീയിലിട്ട് കത്തിക്കുന്നത്. ചാണകവും വിറകും ഒക്കെ കണ്ടാണ് ഈ തീ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിനകത്ത് പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കത്തിച്ച് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷയാണ് ഈ ഭോഗി പൊങ്കൽ എന്ന് പറയുന്ന ആദ്യത്തെ ദിവസം. ഇനി 2ാം ദിവസമാണ്. 2ാം ദിവസം തൈപ്പൊങ്കൽ എന്നാണ് പറയുന്നത്. ഈ ദിവസം പ്രത്യേകം പൂജകളൊക്കെ ഉണ്ടാകും. ഒപ്പം എല്ലാ വീടുകളിലും ഫ്രണ്ടിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള കോലമൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ അടുപ്പ് കൂട്ടി അരി പാലിൽ വേവിക്കുന്ന ഒരു ചടങ്ങും ഈ ദിവസമുണ്ട്. ഇങ്ങനെ വേവിച്ചെടുക്കുന്ന അരി ഒരു പ്രസാദം പോലെ സൂര്യദേവന് സമർപ്പിക്കും. അടുത്ത വർഷവും നല്ലത് കിട്ടാനും ഈ വർഷം നല്ലത് തന്നതിനുള്ള നന്ദിയുമൊക്കെ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതിനോടൊപ്പം തന്നെ അരി, കരിമ്പ്, നാളികേരം മുതലായവയും സൂര്യദേവന് സമർപ്പിക്കാറുണ്ട്. പിന്നെ പാത്രത്തിൽ മഞ്ഞൾ ചെടി കെട്ടിവെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താലും ഈ ദിവസം വളരെ ഐശ്വര്യപൂർണ്ണമാകുമെന്നാണ് തമിഴ്നാട്ടുകാർ വിശ്വസിക്കുന്നത്. ഇനി 3ാം ദിവസം മാട്ടുപൊങ്കൽ എന്നാണ് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും ആടുമാടുകളോടുള്ള ഒരു നന്ദി പറച്ചിലാണ് ഇവിടെ നടക്കുന്നത്. ഇത് കർഷകരുടെ ആഘോഷമാണ്. അപ്പോൾ അവരെ കൃഷിയിൽ സഹായിക്കുന്ന കന്നുകാലികൾക്ക് വേണ്ടിയാണ് ഈ ദിവസം ആഘോഷിക്കാറ്. അപ്പോൾ കർഷകർ അവരെ സഹായിച്ച കന്നുകാലികളെ കുളിപ്പിച്ച് ഒരുക്കി അവർക്ക് വേണ്ട പ്രത്യേകം പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നു. ശിവഭഗവാനെയും അദ്ദേഹത്തിൻ്റെ വാഹനമായ നന്ദിയെയും ഒക്കെ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായ പശുക്കളോടും മറ്റ് കന്നുകാലികളോടുമൊക്കെ നന്ദി അറിയിക്കേണ്ട ആവശ്യകതയാണ് ഇതിലൂടെ ഇവർ പങ്കുവെക്കുന്നത്. അവസാനത്തെ ദിവസമാണ് കാണും പൊങ്കൽ. ആ പേരിലുള്ളതുപോലെ തന്നെയാണ് ഈ ദിവസം. അതായത് അവസാന ദിവസമാണ്, അതും ഒത്തുകൂടലിൻ്റെ ദിവസം കൂടിയാണ്. ഈ ദിവസം പരസ്പരം സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കലാണ്. പിന്നെ എല്ലാവരുമായിട്ട് കുറച്ച് സമയമൊക്കെ ചെലവഴിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ദിവസം ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പൊങ്കലിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പൊങ്കൽ ദിവസം എല്ലാവരും പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ചക്കര പൊങ്കൽ എന്നുള്ളത്. അത് ഒരു പായസമാണെന്ന് എനിക്കറിയാം. എനിക്കതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെറുതായിട്ടൊരു ചക്കര പൊങ്കലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. 1/2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിനൊരു 3 സ്പൂണ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും തന്നെ കഴുകി
വെള്ളമൊക്കെ കളഞ്ഞ ശേഷം പാൻ ചൂടാക്കി അതിനകത്ത് നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ പരിപ്പും ഈ പച്ചരിയും തന്നെ സെപ്പറേറ്റ് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം കുക്കറിനകത്തേക്ക് ഇത് രണ്ടും തന്നെ ചേർത്ത് ഈ പറഞ്ഞ അളവിന് ഒരു 3 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് 2 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കാം കേട്ടോ. അങ്ങനെ ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ വേണ്ടത് കശുവണ്ടിയും കിസ്മിസും കൂടെ നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് രണ്ടും തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേർക്കേണ്ടെന്ന് രീതിയിൽ ഞാൻ കുറച്ച് ബദാം എടുത്തൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അത് നെയ്ക്കത്തിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാനിലേക്ക് ഈ വേവിച്ച് വെച്ച അരി ചേർത്തിട്ട് അതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കുക. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഇപ്പോൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ബദാമും ചേർക്കുക. കശുവണ്ടിയും കിസ്മിസൊക്കെ ഉള്ളവർ അത് തന്നെ ചേർത്താൽ മതി കേട്ടോ. ഇവിടെ ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ലാസ്റ്റായിട്ട് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുകയാണെങ്കിൽ നമ്മുടെ ചക്കര പൊങ്കൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കെട്ടിയോ വന്നിട്ടാണ് ഞാൻ ടേസ്റ്റ് നോക്കാണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അച്ചൂട്ടൻ ഓഫീസിൽ വന്നപ്പോൾ ഇത് കാണിച്ച് ചെറിയൊരു സർപ്രൈസ് ആക്കിയും കൊടുത്തു. രുചിച്ച് നോക്കിയപ്പോൾ നല്ല രസമാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചക്കര പൊങ്കൽ സക്സസ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പോൾ പൊങ്കൽ എന്താണെന്നുള്ളതും എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.